ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ മാരക ആക്രമണം. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 കുട്ടികളടക്കം 8 പേർ കൊല്ലപ്പെട്ടു. ഹൈവേയിലെ വാഹനങ്ങൾക്ക് നേരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ബെയ്റൂട്ടിന്റെ തെക്കൻ ഹൈവേയിലുള്ള വാഹനങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എങ്കിൽ പോലും ലെബനോൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വീണ്ടും ഇത്തരത്തിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഉണ്ടായ ഈ ഒരു ആക്രമണം മിഡിൽ ഈസ്റ്റിൽ വീണ്ടും അതീവ ആശങ്ക ഉയർത്തുകയാണ്. ആക്രമണത്തിന് പിന്നാലെ തന്നെ ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലകളിൽ വലിയ പുകമറ ഉയരുകയും ജനങ്ങൾ ഭീതിയിലാകുകയും ചെയ്തതായി തന്നെ ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ സൈന്യം ഇതുവരെ ആക്രമണത്തെക്കുറിച്ച് വിശദമായ പ്രതികരണം ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഹിസ്ബുള്ള പ്രവർത്തകരെ ലക്ഷ്യമിട്ടുള്ള ആ ഒരു നീക്കത്തിന്റെ ഭാഗമായിരിക്കാം ഈ ഒരു രീതിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ലെബനൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന ആരോപണവും ഇപ്പോൾ ശക്തമാവുകയാണ്. ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിഗതികൾ അതീവ ആശങ്കയോടുകൂടി തന്നെയാണ് നിരീക്ഷിക്കുന്നത്. സംഘർഷം വീണ്ടും വ്യാപിക്കാനുള്ള സാധ്യതകൾ ഉയരുന്ന സാഹചര്യത്തിൽ നയതന്ത്ര ഇടപെടലുകളും ശക്തമാവുകയാണ്. ബെയ്റൂട്ടിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റവരെ സമീപ ആശുപത്രികളിലേക്ക് മാറ്റുകയും അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടയിലുണ്ടായ ഈ ഒരു പുതിയ ആക്രമണം സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സെയ്ദ സൗത്ത് അതേപോലെ തന്നെ തീരദേശ ഹൈവേയിലെ ഗാർജ, ജിയോ സാത്തിയാത്ത് എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ പ്രധാനമായും തന്നെ ആക്രമണം നടത്തിയിരിക്കുന്നത്. 3 ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയതെന്നും ദക്ഷിണ ലെബനനിലെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയതായി തന്നെ ഇസ്രായേൽ പ്രതിരോധ സേന ഇവിടെ സ്ഥിരീകരണം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മച്ദൽ സൗത്ത്, യാനൂക്ക്, ഗുർജ എന്നീ നഗരങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി തന്നെ ലെബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ദക്ഷിണ ലെബനനിലെ 40ഓളം ഹിസ്ബുള്ള താവളങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായിട്ടാണ് റിപ്പോർട്ട്. ഇസ്രായേൽ സൈനികർക്ക് ഭീഷണി ഉയർത്തിയ ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായും IDF അവകാശപ്പെട്ടു. ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങളുമാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത് എന്നതാണ് IDF വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന് നേരെ വിക്ഷേപിക്കാൻ സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന നിരവധി റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തതായും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.